ക്രിസ്ത്യൻസിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മളൊരു അറബിക് ഡിഷായിട്ടാണ് വന്നിരിക്കുന്നത്. ഫലാഫലും അതുപോലെ തഹിന സോസുമാണ്. നമുക്ക് സ്റ്റാർട്ടറായിട്ടോ അതല്ലെങ്കിൽ ഇതുപോലെ സോസുമായിട്ട് ചേർത്തിട്ടോ അതല്ലെങ്കിൽ കുബൂസിൻ്റെ ഉള്ളിൽ വെച്ചിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. പുറംവശം നല്ല ക്രിസ്പി ആയിട്ടുള്ളതും അകം നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നല്ലൊരു സ്നാക്കാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. താങ്ക് യു. ഫലാഫൽ ഉണ്ടാക്കുന്നതിനുള്ള മെയിൻ ഇൻഗ്രീഡിയൻ്റ് എന്ന് പറയുന്നത് വെള്ളക്കടല അഥവാ ചിക്പീസ് ആണ്. അപ്പോൾ അത് ഫലാഫൽ ഉണ്ടാക്കാൻ വേണ്ടി ഞാൻ വലിയ കടല വെള്ളത്തിൽ സോക്ക് ചെയ്യാൻ വെച്ചിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ ഓവർനൈറ്റാണ് സോക്ക് ചെയ്യാൻ വെച്ചിട്ടുള്ളത്. എന്നിട്ടാണത് നമ്മൾ ഫലാഫൽ ഉണ്ടാക്കുന്നത്. അതല്ലെങ്കിൽ ഒരു 8 മണിക്കൂറെങ്കിലും വെള്ളത്തിൽ കുതിരാൻ വേണ്ടി വയ്ക്കേണ്ടതാണ്. അതിനതാ കാബൂളി ചനയൊക്കെ നന്നായി സോക്കായി വന്നിട്ടുണ്ട്, ഡബിൾ സൈസായി വന്നിട്ടുണ്ട്. ഇനി നമുക്കിലത്തെ വെള്ളം ഒന്ന് മാറ്റിയ ശേഷം ഒന്ന് സ്ട്രെയിൻ ചെയ്തെടുക്കാം. അങ്ങനെ ഇതാ കടലയൊക്കെ ഒന്ന് സ്ട്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ വേണ്ട മറ്റ് ചേരുവകൾ എന്തൊക്കെയാണെന്നുള്ളത് നോക്കാം. ഇതിപ്പോൾ ഞാൻ മല്ലിയിലയാണ് എടുത്തിരിക്കുന്നത്. ഇതേ അളവിൽ തന്നെ നമുക്ക് പാഴ്സ്ലി ലീവ്സും കൂടി എടുക്കണം. ഇതാണ് പാഴ്സ്ലി. കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മല്ലിയില പോലെ തന്നെ ആയിരിക്കും ഇരിക്കുന്നുണ്ടാവുക. ഇനിയിപ്പോൾ നിങ്ങളുടെ കയ്യിൽ പാഴ്സ്ലി ഇല്ലെങ്കിൽ മല്ലിയില മാത്രം ചേർത്താലും മതി. അങ്ങനെ ഞാൻ എൻ്റെ ചോപ്പർ എടുത്തിട്ടുണ്ട്. ഇതിലേക്കാണ് ഞാൻ കടല ചേർക്കുന്നത്. കുതിർത്ത് വെച്ചിട്ടുള്ള കടല നമുക്ക് ഇതിലേക്ക് ചേർക്കാം. നന്നായി അരയേണ്ട ആവശ്യമില്ല, ഒന്ന് ക്രഷാക്കി എടുത്തിടാൻ മതി. നിങ്ങൾ മിക്സിയിലാണ് ചെയ്യുന്നതെങ്കിൽ പൾസ് മോഡിലിട്ടിട്ട് ക്രഷ് ചെയ്തെടുത്താൽ മതി. ഇനി നമുക്കിതിലേക്ക് മല്ലിയില ചേർക്കാം. മല്ലിയിലയിലേക്ക് തണ്ടൊക്കെ മാറ്റിയ ശേഷം ഇലയാണ് ഇതിലേക്ക് ചേർക്കുന്നത്. ഈ സമയത്ത് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ചേർക്കാം. ഞാനിപ്പോൾ ഇവിടെ കല്ലുപ്പാണ് ചേർക്കുന്നത്. എന്നിട്ട് നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെതാ ഈ ഒരു പരുവത്തിലാണ് ഞാനിപ്പോൾ ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതൊരു ബൗളിലേക്ക് ചേർക്കാം. ഞാനിത് ക്രഷ് ചെയ്യുന്ന സമയത്ത് 1 ടേബിൾ സ്പൂൺ വെള്ളവും കൂടി ചേർത്തിട്ടാണ് ഒന്ന് ക്രഷ് ചെയ്തെടുത്തിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ബാക്കി മല്ലിയിലയും കൂടി ചേർക്കാം. അതുപോലെ പാഴ്സ്ലി ലീവ്സും ചേർത്ത് ചാച്ചെടുക്കാം. കണ്ടു കഴിഞ്ഞാൽ മല്ലിയിലയും പാഴ്സ്ലി ലീവ്സ് ഏകദേശം ഒരുപോലെ ഇരിക്കും, പക്ഷേ അതിൻ്റെ സ്മെല്ലിലൊക്കെ വ്യത്യാസമുള്ളതാണ്. പിന്നെ ഇതിലേക്ക് ഞാനൊരു 5 വെളുത്തുള്ളിയും കൂടി ഒന്ന് കട്ട് ചെയ്ത് ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു വലിയ സവാള. അപ്പോൾ ഇതൊന്ന് കട്ട് ചെയ്ത ശേഷം നമുക്കൊന്ന് ക്രഷ് ചെയ്തെടുക്കാം. അങ്ങനെ അത് കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള വെളുത്തുള്ളി ചേർക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു സവാളയാണ്. ഇത് വലിയ സവാള ആയതുകൊണ്ട് ഞാനിപ്പോൾ 1 ചേർക്കുന്നുള്ളൂ. നിങ്ങളുടെ കയ്യിൽ ചെറിയ സവാളയാണെങ്കിൽ 2 സവാളയാണ് ഇതിലേക്ക് ചേർക്കേണ്ടത്. എന്നിട്ട് ഇത് നമുക്കൊന്ന് ചതച്ചെടുക്കാം. ഞാനത് ഉള്ളിയൊക്കെ ചതച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇത് കടലയുമായിട്ട് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് കുറച്ച് പൊടികൾ ചേർക്കാം. ഞാനിവിടെ ഇപ്പോൾ 1 ടീസ്പൂൺ മല്ലിപ്പൊടിയാണ് ചേർക്കുന്നത്. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/4 ടീസ്പൂൺ ജീരകപ്പൊടി, അതായത് ക്യുമിൻ പൗഡർ. പിന്നെ ഇതിലേക്ക് ചേർക്കുന്നത് 1/2 മുതൽ 1/4 ടീസ്പൂൺ വരെ കുരുമുളക് പൊടിയാണ്. വേറെ നമ്മൾ എരിവിനായിട്ട് ഒന്നും ചേർക്കുന്നില്ല. അതിനുശേഷം നമുക്കിത് നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ഇതെല്ലാ ഭാഗത്തേക്കും നന്നായി ഒന്ന് മിക്സായി വരണം. ചിലർ ഇതിനകത്ത് പച്ചമുളകൊക്കെ ചേർക്കാറുണ്ട്. പക്ഷേ സാധാരണ ഫലാഫൽ ഉണ്ടാക്കുമ്പോൾ തീരെ സ്പൈസി അല്ല, പച്ചമുളകൊന്നും ചേർക്കാറില്ല. ഇത് സ്നാക്കായിട്ടോ അല്ലെങ്കിൽ സ്റ്റാർട്ടറായിട്ടോ ഒക്കെ കഴിക്കാൻ പറ്റുന്ന നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കുക. അതിൽ ഉപ്പ് ആവശ്യത്തിന് ഇല്ലെങ്കിൽ നമുക്കിപ്പോൾ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കാവുന്നതാണ്. അപ്പോൾ നന്നായി ഒന്ന് മിക്സ് ചെയ്യട്ടെ. അപ്പോൾ അതെല്ലാം മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ചെക്ക് ചെയ്തപ്പോൾ കുറച്ച് ഉപ്പിൻ്റെ ഒരു കുറവുണ്ട്. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. എന്നിട്ട് നന്നായി ഒന്ന് കുഴച്ചെടുക്കാം. അങ്ങനത് ഉപ്പ് നന്നായി എല്ലാ ഭാഗത്തേക്കും വരുന്ന വിധത്തിൽ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഈ ഫലാഫൽ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇതിൻ്റെ മോൾഡ് വാങ്ങിക്കാൻ കിട്ടും. പക്ഷെ ഞാനിപ്പോൾ മോൾഡൊന്നും യൂസ് ചെയ്യുന്നില്ല, അല്ലാതെയാണ് ഫലാഫൽ ഉണ്ടാക്കുന്നത്. അങ്ങനെതാ എല്ലാ ഭാഗത്തേക്കും ആ ഉപ്പെല്ലാം ചേർന്ന വിധത്തിൽ നന്നായി ഒന്ന് കുഴച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് വെച്ചിട്ട് ബോൾ പോലെയാണ് ഉണ്ടാക്കേണ്ടത്. അതിന് ശേഷം ഒന്ന് പ്രസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് പരിപ്പുവടയുടെ ഒക്കെ ഒരു ഷേപ്പിൽ കിട്ടും. പക്ഷെ അത്ര വലുപ്പത്തിലുള്ളതല്ല, കുറച്ച് വലിപ്പം കുറവാണ് അതിന്. ഈ ഒരു വലിപ്പത്തിലാണ് ഞാൻ ഫലാഫൽ ഉണ്ടാക്കുന്നത്. ഇനി നമുക്ക് എണ്ണ ചൂടാവാൻ വേണ്ടിയിട്ട് വയ്ക്കാം. ഞാനത് ഫലാഫൽ ഫ്രൈ ചെയ്യാൻ വേണ്ടി ഞാനൊരു ഇരുമ്പ് ചീനിച്ചട്ടിയാണ് വെച്ചിരിക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിക്കാം.
ഞാനിത് എണ്ണ ചൂടാകുമ്പോഴേക്കും നമ്മൾ ഫലാഫലിൻ്റെ ഷേപ്പിൽ പരത്തി വെച്ചിട്ടുണ്ട്. നമുക്ക് എണ്ണ നല്ല ഹൈ ഫ്ലെയിമിലാണ് ഇപ്പോൾ ചൂടാക്കിയിരിക്കുന്നത്. അതിനുശേഷം ഒരു മീഡിയം ഫ്ലെയിമിലേക്ക് മാറ്റിയ ശേഷമാണ് നമ്മൾ ഈ ഫലാഫൽ ഇതിലിട്ട് ഫ്രൈ ചെയ്തെടുക്കുന്നത്. അതിനിത് ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് തയ്യാറാക്കി വെച്ചിട്ടുള്ള ഫലാഫൽ ഇടാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ നമുക്കിതെല്ലാം ഒന്ന് തിരിച്ചിടാം. ഒരു സൈഡ് ഫ്രൈ ആയി കഴിയുമ്പോൾ മറുവശത്തേക്ക് തിരിച്ചിടാം. അങ്ങനെ ഗോൾഡൻ കളർ ആകുമ്പോൾ നമുക്കത് എണ്ണയിൽ നിന്ന് എടുത്തു മാറ്റാം. ഇതുപോലെ നമുക്ക് ബാക്കിയുള്ള ഫലാഫലും ഗോൾഡൻ കളർ ആവുന്നവരെ ഫ്രൈ ചെയ്തെടുക്കാം. എന്താ നമ്മുടെ ഫലാഫിലൊക്കെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് വേണ്ടിയിട്ടുള്ള ഒരു സോസും കൂടി തയ്യാറാക്കാം. ഞാനിവിടെ ഇപ്പോൾ തഹിനി സോസാണ് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണെന്നുള്ളത് നോക്കാം. അങ്ങനെ തഹിനി സോസ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഞാനൊരു ഗാർലിക്ക് നന്നായി ചോപ്പ് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് വേണ്ടത് തഹിനി പേസ്റ്റാണ്. അപ്പോൾ അത് നമുക്കിതിലേക്ക് ചേർക്കാം. ഒരു 3 ടേബിൾ സ്പൂൺ തഹിനി പേസ്റ്റ് ഇതിലേക്ക് ചേർക്കാം. ഇനി നമുക്കിതിലേക്ക് അരമുറി ചെറുനാരങ്ങ ചേർക്കാം. 1-2 ടേബിൾ സ്പൂൺ ചെറുനാരങ്ങ നീര് ഇതിലേക്ക് ചേർത്താൽ മതി. അതുപോലെ എൻ്റെ കുരു പെട്ടിട്ടുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് മാറ്റേണ്ടതാണ്. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർക്കാം. ഇനി ഇതിലേക്ക് 1-2 ടേബിൾ സ്പൂൺ വെള്ളം കൂടി ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്ത് യോജിപ്പിക്കാം. ചിലർ ഇതിലേക്ക് തൈരും കൂടി ചേർക്കുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ ഞാനിപ്പോൾ തൈരൊന്നും ചേർക്കുന്നില്ല. എന്നിട്ട് അത് നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഒരു സോസിൻ്റെ കൺസിസ്റ്റൻസി ആവുന്നവരേക്ക് നമുക്കിതിലേക്ക് വെള്ളം ചേർത്ത ശേഷം നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ ഒരു കൺസിസ്റ്റൻസിയിൽ ആവുന്നവരെ തന്നെ നമ്മൾ മിക്സ് ചെയ്തെടുക്കേണ്ടത്. അങ്ങനെ നമ്മുടെ തഹിന സോസും റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ ഫലാഫലും തഹിന സോസും ചേർത്ത് നല്ലൊരു ഡിഷാണിത്. അപ്പോൾ നമുക്ക് ഈ ഫലാഫലൊന്ന് കട്ട് ചെയ്ത് നോക്കാം. ഇത് പുറം നല്ല ഗോൾഡൻ കളറായിട്ടും ഉള്ള ഗ്രീൻ കളറുമായിട്ടുള്ള ഒരു സ്നാക്ക് ഐറ്റമാണ്. അപ്പോൾ എല്ലാവരും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത ശേഷം ഫീഡ്ബാക്ക് തരാൻ മറക്കരുത്. കൂടാതെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു.